ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. 4ാം ക്ലാസ്സിലെ ഗണിതമാണ്. ഇനി സെക്കൻഡ് ചാപ്റ്ററായ ബിയോണ്ട് 1000, ആയിരവും കടന്നെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ഇവിടെ ഈ രണ്ട് കൂട്ടിൽ പറയാം അല്ലേ. ദ റേസ് ഈസ് ഓൺ, ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്, സി ഇറ്റ്സ് നമ്പർ. മത്സരം നടക്കുകയാണെന്ത്, ഒന്നാമത്തേത് ടോട്ടോ കാറാണ്, അതിൻ്റെ നമ്പർ കണ്ടോ അല്ലേ. ഇവിടെ കാറോട്ടോ മത്സരമാണ് നടക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ 1000, 900, 800 ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ നമ്പർ നോക്ക്, എന്താണ് ഒന്നാമത്തെ കാറിൻ്റെ നമ്പർ 1000 ആണ് അല്ലേ. അതിനെന്താ പറയുക, 1000 എന്ന് പറയൂ കേട്ടോ. ഓക്കെ, അപ്പം നോക്കൂ, ഫൈൻഡ് ദ റിലേഷൻ. ഇനി എന്താണ് അതിൻ്റെ റിലേഷൻ കാണാനാണ് പറഞ്ഞത്. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെല്ല്. എന്താ ഇവിടെ പറയുന്നത്, ബന്ധം കണ്ടുപിടിച്ചിട്ട് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതിക്കൂടെ, എഴുതാം അല്ലേ. അപ്പം നോക്കിയാൽ ഇവിടെ 9 ആണ്, ഇവിടെ 10 ആണ്, ഇവിടെ 100 ആണ്, ഇവിടെ 101 ആണ് അല്ലേ. ഇനി ഇവിടെ 110 ആണ്. അവിടെ നോക്കിയാൽ ഓരോ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അല്ലേ. മുകളിലത്തെ നമ്പറിൻ്റെ കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ, താഴെയുള്ള നമ്പർ അല്ലേ. നോക്കൂ, ഇനി എന്താണ് താഴെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മുകളിലത്തെ നമ്പർ എന്തായിരിക്കും, അതിൻ്റെ മുന്നേ ഉള്ള നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്രയ്ക്ക് നമുക്ക് എഴുതുക, 110 അല്ലേ. അപ്പോൾ 109 ആണ് ഇവിടെ വരികയുണ്ട് കേട്ടോ. 109. ഓക്കെ, ഇവിടെ 109, 110. ഇവിടെ ഇങ്ങനെ നോക്കൂ, 199 ആണല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും, 200 എന്ന് വരും കേട്ടോ. 200. ഓക്കെ, 200 എന്ന് വരും. 2 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നോക്കിയേ, 280, 280 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്പർ ഏതാണ്, 279 ആണ് അല്ലേ. അപ്പോൾ 279 എഴുതുക, 279 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ 279 കേട്ടോ. ഇനി ഇവിടെ 500 ആണല്ലോ. 500ന് ശേഷം ഉള്ളതാണ് 501 ആണ് കേട്ടോ. അപ്പോൾ 501 എന്ന് എഴുതുക ഇവിടെ. ഓക്കെ, 501. ഇനി നോക്കൂ, എന്താണ് 667 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്പർ ഏതാണ്, 666 ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, അവിടെ 666 എഴുതി അല്ലേ. ഇനി 909 ആണ്, കഴിഞ്ഞിട്ട് 910 ആണ്. ഇനി ഇവിടെ നോക്കിയാൽ 919, അതിൻ്റെ മുന്നിലുള്ള നമ്പർ ഏതാണ്, 989 ആണ് കേട്ടോ. 989, അതിന് തൊട്ട് മുന്നിലുള്ള നമ്പർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ 999 ആണ്. അപ്പോൾ 999 കഴിഞ്ഞിട്ട് എന്താണ്, 1000 അല്ലേ. എത്രയാണ്, 1000, 1000 എന്ന് പറയും കേട്ടോ. അപ്പം 1 ഇട്ടിട്ട് 3 0 ഇടുന്നതിനാണ് എന്ത്, 1000 എന്ന് പറയുന്നത്. 1 ഇട്ടിട്ട് 2 0 ഇട്ടാൽ എത്രയാണ്, 100 അല്ലേ. അപ്പോൾ 1 ഇട്ടിട്ട് 3 0 ഇട്ടാൽ 1000 കേട്ടോ. ഇപ്പോൾ 999 കഴിഞ്ഞാൽ 1000, 999 കഴിഞ്ഞാൽ എത്രയാണ്, 1000 ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ, എന്താണ് കളർ ടോട്ടോ കാർ. ടോട്ടോ കാറിന് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ നമ്പേഴ്സ് വി ആർ റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ, കളർ ദോസ് പാർട്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആ നമ്പർ ഇതിലെടുത്തിട്ട് ആ ഭാഗത്തൊക്കെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ എവിടെയൊക്കെ കളർ ചെയ്യാൻ, ഇതൊക്കെയാണ് ടോട്ടോ കാറിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ കിട്ടിയ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ എന്താക്കുക, കളർ ചെയ്യുക. ടോട്ടോ കാർ നമുക്ക് കിട്ടിയത് കേട്ടോ. ക്രയോൺസ് എടുത്തിട്ട് കളർ ചെയ്യുക. ദെൻ നമ്പർ പ്ലേറ്റ് ആണ്. ഈ നമ്പർ പ്ലേറ്റ് എന്താ നോക്കിയാൽ, ദീസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. ഫൈൻഡ് ദെയർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ടോട്ടോ കാറിൻ്റെ കൂട്ടുകാരാണ് ഇവർ അല്ലേ. സൂചനകളിൽ നിന്ന് നമ്പർ കണക്കാക്കി നമ്പർ പ്ലേറ്റിൽ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, ഇവിടെ 800ഉം 4 10s 2 1s ആണ് അല്ലേ. അപ്പോൾ 842. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താക്കുക, 842 എന്ന് എഴുതുക കേട്ടോ. പിന്നെ 1 less than 910. 910ൽ നിന്ന് 1 കുറയ്ക്കാൻ. അപ്പോൾ 910 1 കുറച്ചാൽ എത്രയാണ്, 909 എന്ന് എഴുതുക കേട്ടോ. 909 അല്ലേ. ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, ഏറ്റവും വലിയ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്, 999 അല്ലേ. അത് എഴുതുക. പിന്നെ 1 മോർ ദാൻ ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. എന്താണ് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഏറ്റവും 1 കൂടിയത് ഏതാണ്, ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 99 ആണ് അല്ലേ. അപ്പോൾ അതിൽ 1 കൂടി കൂട്ടി എത്രയാണ്, 100 അല്ലേ. അപ്പോൾ 100 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്ന് ഓക്കെ 8 100 4 10 2 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 842 അല്ലേ. 910ൽ നിന്ന് 1 കുറവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 909 അല്ലേ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ, 999. ഏറ്റവും വലിയ 2 അക്ക സംഖ്യയോട് 1 കൂട്ടിയാൽ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ പറഞ്ഞാൽ എത്രയാണ്, 99. അതിനോട് 1 കൂട്ടിയാൽ 100 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ, എന്താണ് വാവ് 1000 അല്ലേ. റീഡ് മൈ നമ്പർ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മൈ നമ്പർ ഇസ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ.
എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 4 അക്ക നമ്പർ ഉണ്ട് അല്ലേ, എന്താണ് 4 ഡിജിറ്റുള്ള നമ്പറാണ് അല്ലേ, 1 2 3 4 അല്ലേ, 4 അക്ക നമ്പർ അതുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 4 അക്ക നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്, 1000 ആണ് കേട്ടോ, 1000 ആണ് കേട്ടോ. എന്താണ് 1000 അല്ലേ. എൻ്റെ നമ്പർ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് അല്ലേ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് എന്ത്, 1000. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത് നോക്കിയാൽ, വരച്ച് ചേർക്കാനല്ലേ. ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാലാണ് ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടുകയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്, ഫൈൻഡ് ദ പേഴ്സ് ഓഫ് വെഹിക്കിൾസ് ഹുസ് നമ്പേഴ്സ് ആഡ് അപ് ടു ടോട്ടോ കാർസ് നമ്പർ, ഡ്രോ ലൈൻസ് ടു ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഡു ഇറ്റ് മെൻ്റലി ആൻഡ് റൈറ്റ് ദ ആൻസർ. മെൻ്റലി ആയിട്ട് ചെയ്യണം, നമ്മൾ മനസ്സിനോട് ചെയ്യാണ് വേണ്ടത്, പ്ലസ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിക്കൂടെ, നോക്കൂ, ഇത് ജോയിൻ ചെയ്ത് നമ്മൾ ടോട്ടോ കാറിൻ്റെ നമ്പർ എത്ര, 1000 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ 2 നമ്പർ കൂട്ടിയാൽ 1000 കിട്ടണം അല്ലേ. അപ്പോൾ ഇതിനോട് 505 ഇതിലേതെങ്കിലും കൂട്ടിയാൽ 1000 കിട്ടുമോ, ഇല്ല. ഈ 999 1 കൂട്ടിയാൽ അല്ലേ, 999 1 കൂട്ടിയാൽ എന്ത് കിട്ടും, 1000 കിട്ടും. അപ്പോൾ ഇത് ഓക്കെയാണ് അല്ലേ. ഇനി 780 എന്തെങ്കിലും കൂട്ടിയാൽ താഴെയുണ്ട് അല്ലേ, എന്നൊക്കെ. അപ്പം ഓക്കെ, അപ്പോൾ ഈ താഴെ നമ്പറും ഉണ്ട് കേട്ടോ, ടീച്ചർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നോക്കാം, 505 ഇതിൽ ഏത് കൂട്ടിയാലാണ് 1000 കിട്ടുക, നോക്കുക. 505 ഇവിടെ 495 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അത് ആഡ് ചെയ്താൽ എന്താണ്, നമുക്ക് 1000 കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കിട്ടും. ഇനി 999 ഇതിൽ ഏത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, 1 അല്ലേ. അപ്പോൾ ഇത് നെക്സ്റ്റ് നോക്കൂ, 750 ഏത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, നോക്കൂ, 250 അല്ലേ. അപ്പോൾ ഇത് നെക്സ്റ്റ് നോക്കൂ, 919 എന്ത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, 10 അല്ലേ. ഓക്കെ, ഇനി 900 എന്ത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, 100 അല്ലേ. 900 + 100 ആണിത് 1000. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ജസ്റ്റ് 1 more, ഒന്നും കൂടി ചേർത്താൽ എന്നുള്ളതാണ് അല്ലേ. വാട്ട്സ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്, എന്താണ്, ഈ അബാക്കസിൽ കാണിക്കുന്ന നമ്പർ ഏതാണ്. ഇഫ് വി ആഡ് 1 more, ഒന്നും കൂടി ആഡ് ചെയ്യുകയാണെങ്കിലോ എന്ത് കിട്ടും അല്ലേ. ഡ്രോ ദീസ് നമ്പർ ഇൻ ദ അബാക്കസ്, ഇതിൽ അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അബാക്കസിലെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ അബാക്കസിലെ സംഖ്യ എത്രയാണ് നോക്കിയേ, എണ്ണിയൊക്കെ. അപ്പോൾ അതിവിടെ എഴുതുക, 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഒന്നും കൂടി കൂട്ടിയാലോ എന്ന് ചോദിച്ചിട്ടില്ലേ. ഈ സംഖ്യ അബാക്കസിൽ വരയ്ക്കാനും പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്പർ എത്രയാണെന്ന് എണ്ണിയൊക്കെ. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 100ൻ്റെ സ്ഥാനത്ത് എത്രയുള്ളത്, 9 ആണ് അല്ലേ. അപ്പോൾ 9. ഇനി ഓക്കെ, 9 ആണ് അല്ലേ. ഓക്കെ, ഇനി നോക്ക്, 10ൻ്റെ സ്ഥാനത്ത് എത്രയാണ്, 9 ഉള്ളത് അല്ലേ. 1ൻ്റെ സ്ഥാനത്ത് എത്രയുള്ളത്, 9 ആണ് അല്ലേ. ഓക്കെ, ഇനി ഇതിനോട് ഒന്നും കൂടി ആഡ് ചെയ്താലോ എന്ന് ചോദിച്ചല്ലേ. അപ്പോൾ 999 + 1 എത്രയാണ്, 999 + 1 എത്രയാണ്, 1000 അല്ലേ. അപ്പോൾ 1000. ഓക്കെ, 1000. ഓക്കെ, 1000. ഇനി നോക്കൂ, ഇത് അബാക്കസിൽ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നില്ല, ഈ നമ്പർ അബാക്കസിൽ ചേർക്കാൻ. അപ്പോൾ നമുക്ക് എന്താ, 1000ൻ്റെ അവിടെ ഓൺലി എന്ത് കൊടുക്കുക, ഒരു ദം കൊടുക്കുക അല്ലേ, ഒരു മുത്ത് കൊടുക്കുക. ബാക്കിയുള്ളടത്ത് വേണോ, വേണ്ട അല്ലേ. അപ്പോൾ 1000 എന്നാണ് കേട്ടോ ഇതിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, പസിൽ കോർണർ ആണ് കേട്ടോ. ഹു ആമ, ഞാൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 bead in the അബാക്കസ്, എന്താണ്, അബാക്കസിൽ ഒറ്റ മുത്തേ ഉള്ളൂ. ലാർജർ ദാൻ ദ ലാർജസ്റ്റ് 3 digit നമ്പർ, എന്താണ് ലാർജസ്റ്റ് 3 digit നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, വലിയ 3 അക്ക നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 999 അല്ലേ, 999 ആണ് അല്ലേ. ഹു ആമ, ഞാൻ ആരാണ്, വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദ അബാക്കസ്, എൻ്റെ പൊസിഷൻ അബാക്കസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അബാക്കസിൽ ഒരു മുത്ത്, ഒറ്റ മുത്തേ ഉള്ളൂ അല്ലേ. പിന്നെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ വലിയ ഏറ്റവും 3 അക്ക സംഖ്യ അറിയാം 999 അല്ലേ. അതിൻ്റെ ഒന്ന് കൂടി എത്രയാണ്, 1000 അല്ലേ. ഞാൻ ആരാണ്, അപ്പോൾ എത്ര, അബാക്കസിൽ എൻ്റെ സ്ഥാനം ഏതാണ് അല്ലേ, 1000 അല്ലേ, 1000 ഒരു മുത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ആരാണ്, 1000 ആണ് കേട്ടോ, 1000 ആണ് കേട്ടോ. ഓക്കെ, 1000. ഓക്കെ, ഓക്കെ, ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കുക, എന്താണ് അടുത്തത് നോക്കിയേ. പെട്രോൾ പമ്പാണ് അല്ലേ. കാർസ് ഇൻ ദ റേസ് ഫീൽഡ് പെട്രോൾ ഫോർ 1000 rupees, എന്താണ്, ഇവിടെ കാറിൽ പെട്രോൾ അല്ലേ, കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ എന്താണ്, ഓരോന്നും 1000 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. ഓക്കെ,
പെട്രോൾ പമ്പിൽ നിന്ന് അവരെന്താക്കി 1000 രൂപക്ക് നിറച്ചില്ലേ. ടോട്ടോ കാർ 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ എത്ര നോട്ടുകളുണ്ട്? ടോട്ടോ കാർ 1000 റുപ്യക്കാണ് അടിച്ചത്. അപ്പോൾ എന്താണ് എത്ര നോട്ട് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലേ. 100 റുപ്യേൻ്റെ നോട്ടാണ് കൊടുത്തത്. അപ്പോൾ 10 എണ്ണാണ് എന്താണ് ഈ ടോട്ടോ കാർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ദെൻ ടോമോ കാറോ 10 ആട്ടത്. ടോമോ കാർ 10 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. എത്ര നോട്ടുകൾ? അപ്പോൾ 10 രൂപേൻ്റെ നോട്ടാണ് എന്താക്കുന്നത് ഈ ടോമോ കാർ കൊടുത്തത് അല്ലേ. അപ്പോൾ 1000 റുപ്യക്കാണല്ലോ അടിച്ചത്. അപ്പോൾ എത്ര നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക? 100 നോട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കൂ. ബഗ്ഗി കാർ 1 രൂപ നാണയങ്ങളാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ എത്ര നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? 1 രൂപ നാണയമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 1000 ആവാൻ എത്രയാണ്? 1000 നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 1000 എഴുതാം കേട്ടോ. 1000. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയാൽ എന്താണ്? അത് എഴുതുക കേട്ടോ. കാർ റേസ് ആണ് കേട്ടോ. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കാർ റേസ് സർക്യൂട്ട്. 1000 points are got for finishing each round. The number of rounds completed by each car is given below. Calculate their point. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാർ ഓട്ട മത്സരമാണ് അല്ലേ. റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരയോട്ടം നടക്കുകയാണ് അല്ലേ. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓക്കെ. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓരോ കാറും ഓടിത്തീർത്ത റൗണ്ടുകൾ നൽകിയിരിക്കുന്നു. പോയിന്റ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ കാർ മിക്കീൻ്റെ തന്നിട്ടുണ്ട് കേട്ടോ. അല്ല സ്കൈ ബി, ബഗ്ഗി, ആൽഫ, ടോമോ, ഫ്ലോറ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ, ബോണില്ല ഒക്കെ എത്ര ഇതാണ്? എത്ര റൗണ്ട് കഴിഞ്ഞു? ഒരു റൗണ്ടിനാണെങ്കിൽ 1000 ആണ് അല്ലേ. 4 റൗണ്ടിനാണെങ്കിൽ 4000, 7 റൗണ്ടാണെങ്കിൽ 7000 അല്ലേ. അതങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പം മിക്ക ഒരു റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക അവിടെ ഒരു റൗണ്ട് ആകുമ്പോൾ പോയിന്റ് എത്രയാണ്? 1000 ആണ് അല്ലേ. അപ്പോൾ 1000 എന്ന് എഴുതുക. ഓക്കെ. 1000 എന്ന് എഴുതി അല്ലേ. ഇനി എന്താണ് സ്കൈ ബി എന്താണ് എത്ര റൗണ്ടാണ്? സ്കൈ ബി കാർ 5 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 5000 അല്ലേ. 5000 എന്ന് എഴുതുക കേട്ടോ. എത്രയാണ്? 5000. ഓക്കെ. അടുത്ത ആരാണ്? അടുത്ത ബഗ്ഗിയാണ്. എത്ര റൗണ്ടാണ്? 3 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 3 റൗണ്ട് ആകുമ്പോൾ 3000 അല്ലേ. ഓക്കെ. 3000 ആണ് എന്താക്കുന്നത് അടുത്ത റൗണ്ട് വരുന്നത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് നോക്കുക. ആൽഫ കാർ എത്രയാണ്? ആൽഫ കാർ 6 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് 6000 അല്ലേ. 6000 കൊടുക്കുക. 6000 കൊടുക്കില്ല. 6000 ആണ് പോയിന്റ് അല്ലേ. എന്താണ് അടുത്തത്? ടോമോ കാർ എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ 7 റൗണ്ട് ആകുമ്പോൾ എത്രയാണ്? 7000 അല്ലേ. 7000 ആണ് കേട്ടോ. അപ്പോൾ 7000 കൊടുക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫ്ലോറ കാർ എത്രയാണ്? 4 റൗണ്ടാണ് അല്ലേ. അപ്പോൾ 4000 ആണ് അല്ലേ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഫ്രെഡി കാർ 8 ആണ് അല്ലേ. അപ്പോൾ 8 റൗണ്ടാണ് അല്ലേ. അപ്പോൾ 8000. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. അടുത്തത് സ്പീഡി കാറാണ് അല്ലേ. സ്പീഡി കാർ 9 റൗണ്ട് അല്ലേ. അപ്പം 9000 അല്ലേ. നോക്കൂ. ടോട്ടോ കാർ ഇനി എത്രയാണ്? ടോട്ടോ കാർ 10 റൗണ്ട് അടിച്ചു അല്ലേ. അപ്പം 10000 ആണെന്ത് ടോട്ടോ കാർ ഇതാക്കിയിരിക്കുന്നത് അല്ലേ. 10000. ഇനി ബോണി കാർ ആണെങ്കിലോ? ബോണി കാർ ആണെങ്കിൽ എത്രയാണ്? 2 ബോണി കാർ എത്രയാണ്? 2 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബോണി കാറിന് എന്താണ് കൊടുക്കുന്നത്? 2 റൗണ്ട് ആകുമ്പോൾ 2000 അല്ലേ. അപ്പോൾ 2000 കൊടുക്കുക. ഓക്കെ. മനസ്സിലായല്ലോ. ഒരു റൗണ്ടിന് 1000 പോയിന്റ് ആണെങ്കിൽ എന്താണ് ഓരോന്നിനും എന്താണ് 5 റൗണ്ട് ആണെങ്കിൽ 5000, 5000. 3 റൗണ്ട് ആണെങ്കിൽ 3000 അല്ലേ. 10 റൗണ്ട് ആണെങ്കിൽ എത്രയാണ്? 10000. മനസ്സിലായല്ലോ അല്ലേ. 10000. ബോണിക്ക് 2 റൗണ്ടാണ്. അപ്പോൾ എന്താണ് 2000 അല്ലേ. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. ഇനി അടുത്ത എന്താ? അക്കോർഡിംഗ് ടു ദ പോയിന്റ്സ് ഗോട്ട് ബൈ കാർ റൈറ്റ് ദെയർ നെയിംസ് ഇൻ ഓർഡർ. റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേസ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവരുടെ കാർ ഇപ്പം എന്താണ് കിട്ടിയ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ കാറുകളെ ക്രമപ്പെടുത്തിയിട്ട് നോട്ട്ബുക്കിൽ എഴുതാനാണ്. എങ്ങനെയൊക്കെ അത് ക്രമപ്പെടുത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാറുകളെ ക്രമപ്പെടുത്താൻ എന്താണ് പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രമപ്പെടുത്താം അല്ലേ. ഒന്നുകിൽ വലുതെന്ന് ചെറുതിലേക്കാക്കുക, അല്ലെങ്കിൽ ചെറുതെന്ന് വലുതിലേക്കാക്കുക അല്ലേ. അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പാരതാണ്? ഏറ്റവും കുറേ പോയിന്റ് കിട്ടിയാൽ 10000 ടോട്ടോ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ടോട്ടോ എന്ന് ആദ്യം എഴുതാം അല്ലേ. ടോട്ടോ. പിന്നെ അടുത്ത ആളാരാണ്? ടോട്ടോ. പിന്നെ എന്താണ്?
ഓക്കെ, ടോട്ടോ അതിൻ്റെ പിന്നെ അതിൻ്റെ ചെറുത് ഏതാണ് 9000 സ്പീഡി ആണ് അല്ലേ. അപ്പോൾ സ്പീഡി എന്ന് എഴുതുക കേട്ടോ. സ്പീഡി. പിന്നെ അടുത്ത ആരാണ്? സ്പീഡി. സ്പീഡി. പിന്നെ ആരതാ അടുത്തത്? സ്പീഡി കഴിഞ്ഞിട്ട് ഫ്രെഡി ആണ് കേട്ടോ. അപ്പോൾ ഫ്രെഡി എന്ന് എഴുതുക. ഓക്കെ, ഫ്രെഡി. ഫ്രെഡി. പിന്നെ അടുത്ത ആരാണ്? ഫ്രെഡി കഴിഞ്ഞിട്ട് 8ൻ്റെ കുറവ് ഏതാ? 7 അല്ല, ടോമോ കേട്ടോ. ടോമോ എന്ന് എഴുതുക. ഓക്കെ, ടോമോ കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? ടോമോ കഴിഞ്ഞ ആൽഫയാണ്. പിന്നെ ഏതാണ്? 6000 കുറവുള്ള 5000 ഉണ്ടോക്കില്ല അല്ലേ? 4 സ്കൈബി അല്ലേ. സ്കൈബി ആണ്. സ്കൈബി കഴിഞ്ഞിട്ട് പിന്നെ 4000 ഫ്ലോർ ഉണ്ട്. പിന്നെ അതാ 3000ൻ്റെ ബഗ്ഗി ഉണ്ട്. പിന്നെ 2000ൻ്റെ ബോണി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മിക്കി ഉണ്ട് അല്ലേ. അതൊക്കെ എഴുതുക. അപ്പോൾ എന്താണ്? ഫസ്റ്റത്തെ ടോട്ടോ ആണ്. പിന്നെ എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ടോട്ടോ അല്ലേ, വലുതെന്ന് ചെറുതായിക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ടോട്ടോ, പിന്നെ സ്പീഡി, ഫ്രെഡി, ടോമോ, ആൽഫ, സ്കൈബി, ഫ്ലോറ, ബഗ്ഗി, ബോണി, മൈക്കി അല്ലേ. അല്ലെങ്കിൽ എന്താക്കുക, ചെറുതെന്ന് വലുതിലേക്കും എഴുതുക, വലുതെന്ന് ചെറുതിലേക്കും വരാം. അപ്പോൾ വലുതെന്ന് ചെറുതിലേക്കാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറുതെന്ന് വലുതിലേക്ക് എഴുതണമെങ്കിൽ ആദ്യം എഴുതാ കുറവുള്ള എഴുതാ മൈക്കിയാണ് അല്ലേ, മിക്കിയാണ്. അപ്പോൾ മിക്കി ആദ്യം എഴുതുക. പിന്നെ ബോണി, ബഗ്ഗി, ഫ്ലോറ, സ്കൈബി, ആൽഫ, ടോമോ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ അല്ലേ. അങ്ങനെയൊക്കെ എഴുതുക കേട്ടോ. ഓക്കെ. മക്കളെ ഇവിടെ എന്താ? ലെറ്റ്സ് ക്ലൈംബ് അപ്പ്. നമുക്ക് പടി കയറാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പത്തും നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇവിടെ 1000 ആണെങ്കിൽ 1000 അല്ലേ. അപ്പോൾ 2 കള്ളീൻ്റെ കൂടെ അപ്പോൾ 2000 ഇവിടെ എഴുതണം കേട്ടോ. 2000 എഴുതുക. അപ്പോൾ 2000 അല്ലേ. ഇനി 3 കള്ളീൻ്റെ കൂടെ അപ്പോൾ 3000 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? 3000 ഇത് കേട്ടോ. നമുക്ക് 3000 എഴുതുക. ഇനി ഇവിടെ എന്താക്കണോ? ഇവിടെ 4 കള്ളിയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1000 1000 1000 1000 എഴുതുക കേട്ടോ. 1000 1000 1000 എഴുതുക. ഇവിടെയൊക്കെ എന്താക്കുക? 1000 1000 അങ്ങനെ ഇവിടെയൊക്കെ എഴുതുക. 1000 കേട്ടോ. 1000 ഇവിടെയൊക്കെ എഴുതുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പിൽ എന്താണ്? ഇവിടെ എത്ര 1000 ഉണ്ടെന്നുണ്ട്. ഇവിടെ 1 2 3 3000 ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കുക? 3000 എന്നല്ലേ. 3000 എഴുതുക. 3000 എഴുതുക. ടീച്ചർ എഴുതിയാൽ എന്താവും? അവിടെ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇത് 3000 ആണ് കേട്ടോ. 3000. ഇനി ഇവിടെ ഇവിടെ 1000 എഴുതുക, ഇവിടെ 1000 എഴുതുക, ഇവിടെ 1000 എഴുതുക, ഇവിടെ 1000 എഴുതുക കേട്ടോ. എഴുതുക. ഇനി ഇവിടെ എന്താണ്? അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി എത്ര? 4000 ആണ് കേട്ടോ. അപ്പോൾ 4000 അല്ലേ. 4 പിന്നെ 0 ഇട്ട് കൊടുക്കുക കേട്ടോ. 1000ന് 0 ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കുത്തായിട്ട് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്ഥലം കൊള്ളൂല കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കും. ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000. അപ്പോൾ എത്ര 1000? 5000 അല്ലേ. അപ്പോൾ ഇവിടെ 5 ഇട്ടിട്ട് 3 0 ഇട്ട് കൊടുക്കുക കേട്ടോ. 3 0 കണ്ടോ. ടീച്ചർ ഇട്ടാൽ എന്താ? ഫുള്ളായി പോകും. അതുകൊണ്ടാണ് കുത്തുന്നത്. ഇനി ഇവിടെ 1000 എഴുതുക. ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000. അപ്പോൾ എത്ര? 6 എണ്ണായില്ലേ. അപ്പോൾ 6000 അല്ലേ. ഇനി ഇവിടെ 1000 ഇവിടെ 1000 ഒക്കെ എഴുതുക. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ. അപ്പോൾ ഇവിടെ 7000 എന്ന് എഴുതുക കേട്ടോ. 7000 എന്ന് എഴുതുക. ഓക്കെ, നിങ്ങൾ കുത്തിടരുത്. അവിടെ 0 ഇട്ട് കൊടുക്കണേ. 3 0 ആണ് 1000ൻ്റെ അല്ലേ. ഇനി നമുക്ക് ഇവിടെ 1000 എഴുതുക, ഇവിടെ 1000 എഴുതുക, ഇവിടെ ഒക്കെ 1000 എഴുതുക. എന്നിട്ട് എത്ര 1000 ഉണ്ട്? നമുക്ക് 8 എണ്ണം അല്ലേ. അപ്പോൾ ഇവിടെ 8000 എന്ന് എഴുതുക കേട്ടോ. 8000. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇവിടെ ഒക്കെ 1000 എഴുതുക. അവിടെ ഇപ്പോൾ എത്ര എണ്ണിയൊക്കെ? 9 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ 9000 എന്ന് എഴുതുക. ഓക്കെ, 9000 എന്ന് എഴുതുക. ഇനി ഇവിടെ ഒക്കെ 1000 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എന്ത് എഴുതുക? നമുക്ക് ഇവിടെ 10 അല്ലേ. 10 എണ്ണം ഉണ്ട്. എണ്ണിയൊക്കെ 1000 10 അല്ലേ. അവിടെ ഒക്കെ 1000 എഴുതണം. ഓക്കെ. അപ്പോൾ 10 പിന്നെ 10 ഇട്ടിട്ട് എന്താക്കുക? 10000 എന്ന് എഴുതുക. ഓക്കെ. ഓക്കെ, 10000 എന്ന് എഴുതുക. ഓക്കെ, എഴുതിയല്ലോ. ഇനി എന്താണ്? ഇവിടെ മൈക്കീൻ്റെ ആണ് ഫസ്റ്റത്തെ അല്ലേ. പിന്നെ ബോണിയാണ് 2000, ബഗ്ഗിയാണ് 3000 അല്ലേ. അങ്ങനെ ഫ്ലോറയാണ് 4000, സ്കൈബി, ആൽഫ, ടോമോ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ അല്ലേ. 10,000 ഉള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഡ്രോ ദ പോയിന്റ് സ്കൈബി ഗോട്ട് ഇൻ ദ അബാക്കസ്. അപ്പോൾ ഈ അബാക്കസിൽ എന്താക്കാണ്? ഈ സ്കൈബി കാറിന് കിട്ടിയ പോയിന്റ് സ്കൈബി എന്താണ്? ഈ അബാക്കസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ. എന്താണ്? സ്കൈബി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കുകയാണ്. 5000 ചേർന്നാൽ 5000 5000 എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് 1000ൻ്റെ അവിടെ എന്താ? 5 ഇതിട്ട് കൊടുക്കണം കേട്ടോ. സ്കൈബിക്ക് കിട്ടിയത് 1. ഇവിടെ മുത്ത് വരയ്ക്കുക കേട്ടോ. ചെറിയൊരു വട്ടം വരയ്ക്കുക കേട്ടോ. 2
3 4 5 അല്ലേ, ഇതിലൊന്നും വേണ്ട അല്ലേ, അപ്പം 5000 ആണ് അല്ലേ. ഇനി 9000 ചേർന്ന അല്ലേ, സ്പീഡി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കുക. സ്പീഡി കാറിന് 9000 അല്ലേ, അപ്പോൾ 9000 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണം, 1000ൻ്റെ അവിടെ 9 എണ്ണം നമ്മൾ വട്ടം വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 അല്ലേ, 9000 അല്ലേ. ഇവിടെ ഒന്നും വേണ്ട കേട്ടോ, അപ്പോൾ 9000 കിട്ടി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ, 10 of thousands make 10,000 അല്ലേ. വാട്ട് അബൌട്ട് 20 of 1000 എന്ന് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, 10,000 ചേരുമ്പോൾ എന്താണ് 10,000 അല്ലേ, 10,000 എന്ന് പറയില്ലേ. 10,000 എന്നോ 10,000 എന്നോ 10,000 ചേരുമ്പോൾ പറയില്ല. 10 of 1000 make എത്ര, 10,000 കേട്ടോ. അങ്ങനെയാണെങ്കിൽ 20,000 ചേരുമ്പോൾ 20,000 എന്ന് പറയാം അല്ലേ, 20,000 അല്ലേ. 20,000 എന്നും പറയും, 20,000 അല്ലേ. 20,000 കേട്ടോ. 20 എന്ന് പറഞ്ഞാൽ 20 of 1000 എന്ന് പറഞ്ഞാൽ എത്ര, 20 ഇത് പിന്നെ ഈ 1000, ഇപ്പോൾ 20,000. ദെൻ നെക്സ്റ്റ് നോക്കൂ, റൈറ്റ് ദ സംസ്. ഇത് സമ്മ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10 ആണ്, 5 + 5 6 + 4 7 + 3 അല്ലേ. അതൊക്കെ എന്താ ആഡ് ചെയ്താൽ 10 ആണ് കിട്ടുക അല്ലേ. അതേപോലെ 100 50 + 50, അപ്പോൾ ഇവിടെ ഒക്കെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ള ഇത് 1000ൻ്റെ അതേപോലെ 10,000ൻ്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അപ്പം 5 + 5 അല്ലേ, 5 + 5 10 ആണ് അല്ലേ. 6 + 4 10 ആണ്. ഇനി 7 + 3 എന്താണ്, 10 ആണ് അല്ലേ. ഇനി അവിടെ എന്താ 5 6 7 ഇനി 8 ആയിരിക്കും അല്ലേ. 8 + ഇവിടെ എന്താണ് കുറഞ്ഞ് വരിക അല്ലേ. അപ്പോൾ 8 + 2 എത്ര, 10. അടുത്ത 9 + 1 10. ഓക്കെ, അതേപോലെ 100ൻ്റെ അല്ലേ, 5 + 5 അല്ലേ, അപ്പോൾ 50 + 50 100. ഇനി ഈ ഇതിന് കൊടുത്തിട്ട് 1000 ആണെങ്കിലോ 500 + 500 1000. 10000 ആണെങ്കിലോ 5000 + 5000 10000 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ, അത് കണ്ടോ, 8 + 2 1 + 9 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 6 + 4 ആണല്ലോ. അപ്പോൾ 6 + 4 എത്രയാണ്, 10 ആണല്ലേ. അപ്പോൾ 16 + 40 എത്രയാണ്, 100 അല്ലേ. ഇനി 600 + 400 എത്ര, 1000. ഇനി 6000 + 4000 എത്രയാണ്, 10,000 അല്ലേ, 10,000 ആണ് അല്ലേ. ഇനി 7 + 3 അല്ലേ, ഇനി എന്താണ് ഓരോന്നിനും 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 70 + 30 ഓക്കെ, അത് 100 ആണ് അല്ലേ. ഇനി 700 + 300 1000 ആണ്. 7000 + 3000 എത്രയാണ്, 10,000. നെക്സ്റ്റ് 8 + 2 ആണല്ലോ. അപ്പോൾ 80 + 20 അല്ലേ, അപ്പോൾ 100 ആണ്. 800 + 200 എത്രയാണ്, 1000 ആണ്. 8,000 + 2,000 എത്രയാണ്, 10,000. ദെൻ 1 + 9 10 അല്ലേ. ഇനി 10 + 9 എത്ര, 90 എത്രയാണ്, 100 അല്ലേ. 100 + 900 എത്രയാണ്, 1000 ആണ്. 1000 + 9000 എത്രയാണ്, 10,000. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സ്പീഡോമീറ്റർ ആണ് കേട്ടോ. ബിഫോർ ദ റേസ് ടോട്ടോ കാർ ഹാഡ് ഡൺ 1000 kilometers. 1 lap of the race is 1 kilometer. എന്താണ് സ്പീഡോമീറ്റർ, കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ 1000 kilometer ആണ് ഓടിയില്ല, 1000 kilometer ആണ് ഓടി. കണ്ടോ ഇവിടെ നോക്കിയാൽ, ഇവിടെ 1000 കണ്ടത് സ്പീഡോമീറ്ററിൽ കണ്ടിട്ടില്ലേ. മത്സരത്തിൽ ഒരു ലാപ്പ് 1 kilometer ആണ് കേട്ടോ. അപ്പോൾ ഒരു ലാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 1 kilometer ആണ്. അപ്പോൾ ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ് ഈ കംപ്ലീറ്റ് ദ ടേബിൾ. നോക്കൂ, ലാപ്പ് 1 ആണെങ്കിൽ എന്താണ് 1000 1 ഇതാക്കിയാൽ 1001 അല്ലേ. 2 ആണെങ്കിൽ 1000 + 2 1002 അല്ലേ. ഇനി 3 ആകുമ്പോൾ 1000 + 3 1003 അല്ലേ, 1003. ഇനി 4 ആണെങ്കിലോ 1000 + 4 എത്ര, 1004. അങ്ങനെ 1 2 3 4 എന്നുള്ളത് എഴുതിയിട്ട് ഇവിടെ എന്താക്കുക എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ആ ലാപ്പ് 3 അല്ലേ. അതിലെന്താണ് 1000 + 3 1003. 4 ആണെങ്കിൽ ലാപ്പ് 4 ആകുമ്പോൾ 1000നോട് 4 കൂട്ടുക, അപ്പോൾ 1004 അല്ലേ. 5 ആണെങ്കിൽ ലാപ്പ് 5 ആണെങ്കിൽ 1000 + 5 1005. 6 ആണെങ്കിൽ 1000 + 6 1006. 7 ആണെങ്കിൽ എന്താണ് 1000 + 7 1007 അങ്ങനെ പോവാം അല്ലേ. ഇനി എന്താണ്, വാട്ട് വിൽ ബി ദ സ്പീഡോമീറ്റർ റീഡിങ് ആഫ്റ്റർ 11 ലാപ്പ് അല്ലേ. 11 ലാപ്പ് ആകുമ്പോൾ സ്പീഡോമീറ്ററിൽ എത്രയായിരിക്കും, നമുക്ക് 11 വരെ കൂട്ടി പോവാം അല്ലേ. അപ്പോൾ 1000 + 11 എത്രയാണ്, എത്ര വരും നമുക്ക്, 1000 + 11 അല്ലേ. 1000 + 1000 + 11 എത്രയാണ്, 1011 അല്ലേ. അപ്പോൾ 1011 പറയില്ലേ. ഇനി ആഫ്റ്റർ 15 ലാപ്പ് ആണെങ്കിലോ 1000 + 15. ഓക്കെ, ഇനി ആഫ്റ്റർ 25 ലാപ്പോ 1000 + 25 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഇവിടെ 1015 കിട്ടും. പിന്നെന്താണ് 25 ലാപ്പാണ് 1025 അല്ലേ. 1015 കിട്ടും. ഇവിടെ 1025 അല്ലേ. അപ്പോൾ 25 ലാപ്പിന് ശേഷമാണെങ്കിൽ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ഡ്രോ ആൻഡ് റീഡ് ആണ് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.